പേജ് നമ്പറിൽ 17-ാമത്തെ എതിർ സ്ഥാനങ്ങൾ ഓപ്പോസിറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞ പോർഷൻ. എന്താ, രണ്ട് സമാന്തര വര വരയ്ക്കുന്നു. അതിനൊരു വര മുറിച്ച് കിടക്കുമ്പോണ്ടാകുന്ന കോണുകളിൽ എതിർ സ്ഥാനത്ത് വരുന്ന ജോഡികളിലെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. അതായത് താഴെ ഇടത്ത് വരുന്ന കോണും മുകളിൽ വലത്തും, അതായത് ബോട്ടം ലെഫ്റ്റ് അപ്പർ റൈറ്റ്. അതുപോലെ മുകളിലിടത്ത് അപ്പർ ലെഫ്റ്റും ബോട്ടം റൈറ്റ്. ഇത് മുകളിലിടത്ത് താഴെ വലത്ത്, അപ്പർ ലെഫ്റ്റ് ബോട്ടം റൈറ്റ്. മുകളിൽ വലത്ത് താഴെ ഇടത്ത്, അപ്പർ റൈറ്റ് ബോട്ടം ലെഫ്റ്റ്. ഇങ്ങനെയുള്ള ഓരോ ജോഡി കോണിനെ എന്താ പറയുക? മറുകോണുകൾ. ഈ ഓരോ ജോഡിക്കോണും മറുകോൺ. ഇത് മറുകോൺ, ഇത് മറുകോൺ, അങ്ങനെ. അതായത് മറുകോൺ അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയും. ഈ ഓരോ ജോഡിയിലെയും കോണുകൾക്ക് എന്താ? ഒരേ അളവാണ്, സെയിം. ഇതെല്ലാം സെയിം അളവാണ്. ഇതിന് പറയുക മറുകോണ്, ആൾട്ടർനേറ്റ് ആംഗിൾസ്. ഓക്കെ, ആ പോർഷൻ നോട്ടിൽ എഴുതണം. ഈ 4 നമ്മൾ അന്ന് എഴുതിയ പോലെ ഈ ഹെഡിങ് കൊടുക്കുക, ഈ 4 പിക്ചർ വരയ്ക്കുക, എന്നിട്ട് ഈ താഴത്തെ ഭാഗം എഴുതുക. ക്ലിയർ? ഇനി പേജ് നമ്പർ 15-ലെ അകത്തും പുറത്തും, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എന്ന് പറയും. അതും സെയിം. രണ്ട് സമാന്തര വര വരച്ചു. അതിനൊരു വര മുറിച്ച് കിടക്കുമ്പോണ്ടാകുന്ന കോണുകളിൽ സമാന്തര വരകൾക്ക് ഇടക്കുള്ള ജോഡികളെ കാര്യമാണ് പറയുന്നത്. അതായത് അകത്ത് വലത്ത്, രണ്ടും അകത്ത് വലത്തെടുക്കുക. ഇൻസൈഡ് റൈറ്റ്, രണ്ടും അകത്ത് ഇടത് ഭാഗത്തെ കോണ്, അതായത് ഇൻസൈഡ് ലെഫ്റ്റ് എന്ന് പറയും. ഈ ആദ്യത്തെ 2 ജോഡികൾ എന്ത് പറയും? ആന്തര സഹകോണുകൾ. ആന്തര സഹകോണുകൾ എന്ന് പറയും. അതായത് കോ ഇൻറ്റീരിയർ ആംഗിൾസ്, ആന്തര സഹകോണ്. ആദ്യത്തെ 2 ജോഡി ആന്തര സഹകോണ്, കോ ഇൻറ്റീരിയർ ആംഗിൾ. അടുത്ത 2 ജോഡി കോണിന് എന്ത് പറയും? കോ എക്സ്റ്റീരിയർ ആംഗിൾ, ബാഹ്യ സഹകോണ്. പുറത്തല്ലേ ഉള്ളത്, വരക്ക് പുറത്തുള്ളതുകൊണ്ട് ബാഹ്യ സഹകോണ്, കോ എക്സ്റ്റീരിയർ ആംഗിൾ. ഈ ഓരോ ജോഡിയിലെയും കോണുകളുടെ തുക എന്താ? 180 ആയിരിക്കും. ഇവിടെയുള്ള കോണ് കിട്ടിയാൽ ഈ കോണ് കണ്ടുപിടിക്കുക, 150 ഇത് കുറച്ചാൽ മതി. അപ്പോൾ ഓരോ ജോഡിയിലെയും തുക എന്താ? 180 ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ആന്തര സഹകോൺ എന്താണ്? ബാഹ്യ സഹകോൺ. ഇതും സെയിം. ഈ ഹെഡിങ് കൊടുക്കുക. ആദ്യത്തെ 2 പിക്ചർ വരച്ചതിന് ശേഷം ആദ്യത്തെ 2 പിക്ചർ വരക്കുക. അവിടെ എന്ത് ചെയ്താൽ ആന്തര സഹകോണുകൾ, കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്ന ഇത്ര വരെയുള്ള എഴുതുക. രണ്ടാമത്തെ പിക്ചർ വരക്കുക. ബാഹ്യ സഹകോണുകൾ, കോ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് എഴുതുക. ലാസ്റ്റ് എന്ത് കൊടുക്കുക? ഓരോ ജോഡിയിലെയും കോണുകളുടെ തുക 150 ആയിരിക്കണം. ഇത് എഴുതുക. ക്ലിയർ? ഇനി നമ്മളെങ്ങനെയാണ് ഇന്നലെ പറഞ്ഞ പാരലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികം എങ്ങനെ വരയ്ക്കുമെന്ന് നോക്കാം. ആദ്യം ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്, കാണുന്നില്ല എല്ലാവരും? ആ ലൈനിൻ്റെ അറ്റത്ത് ഇവിടെ കറക്റ്റായിട്ട് എത്ര ഡിഗ്രിയാണ് വേണ്ടത്? നമ്മൾ പറഞ്ഞു 55 ഡിഗ്രി അളവെടുക്കുക. ചെരിഞ്ഞു പോകാൻ പാടില്ല. 55. ഓക്കെ, 55 ഡിഗ്രി എടുത്ത് എന്ത് വേണം? അവിടെ ഒരു പോയിൻ്റ് കിട്ടിയില്ലേ? സ്കെയിൽ വെച്ചിട്ട് ഈ അറ്റത്ത് നിന്ന് ഈ പോയിൻറ്റിലേക്ക് വരക്കുക. ഓക്കെ, ഇതാ മക്കളെ, കണ്ടോ? സ്കെയിൽ വെച്ചിട്ട് ഇവിടത്തേക്ക് 55 ഡിഗ്രി അടുത്തേക്ക് നമ്മൾ വരച്ചു. അപ്പം തന്നെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എഴുതണം എന്ത്? 55 ഡിഗ്രി. ഓക്കെ, ഇനി എന്ത് വേണം? വീണ്ടും പ്രൊട്രാക്ടർ എടുക്കുക. ഇവിടെ എത്രയാണ് നമ്മൾ പറഞ്ഞത്? 125 ഡിഗ്രി. ഇവിടെ ഇങ്ങനെ പ്രൊട്രാക്ടർ വെക്കുക. എവിടെ നിന്നാണ് 125 എടുക്കുക? അത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ ഭാഗത്ത് നിന്ന് എടുക്കാൻ പാടില്ല. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. 10, 20, 30, 40, 100, 120, 125. ഇതാ ഇവിടെ, അവിടെ. ഓക്കെ, മക്കളെ 125 എടുത്തു. അപ്പോൾ ഇവിടുന്ന് അവിടത്തേക്ക് വരച്ചു. ഇനി എന്ത് ചെയ്യുക? ഇപ്പുറത്തെ ഭാഗം കൂട്ടി യോജിപ്പിക്കാം നമുക്ക് സ്കെയിൽ വെച്ചിട്ട് തന്നെ. ഓക്കെ, ഈ രൂപത്തിൽ കിട്ടും. 55 നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ഒരു ലൈൻ വരച്ചു, 55 ഡിഗ്രി എടുത്തു. പിന്നെ ഇവിടെ എത്ര എടുത്തത്? 125 ഡിഗ്രി. അതെങ്ങനെ വന്നു? ഇവിടെ ഇത് 2 സമാന്തര വരകനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വര ഗണിക്കുന്നത്. ഇതിപ്പം എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ മനസ്സിലാവും. ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, 16-ാമത്തെ പേജ്. ഓക്കെ, അപ്പോൾ കോണുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരമാകുമ്പോൾ ഇവിടെ 55 ആകുമ്പോൾ 150 55 കുറച്ച് ഇവിടെ കിട്ടും 125. ഇതേ കോണ്. എന്നിട്ട് എന്ത് ചെയ്യുക? 125 വരച്ചതിന് ശേഷം
ഇവിടെ പൊട്രാക്ടർ വെച്ചിട്ട് 55 ഡിഗ്രി അല്ല 125 ഡിഗ്രി എടുക്കുക. അത്ര 125 ഡിഗ്രി അതും ഈ ലൈനും ടച്ച് ചെയ്തിട്ട് വരയ്ക്കുക. ഇവിടുത്തെ കോണളവ് എത്രയായിരിക്കും? 55 ഡിഗ്രി. അപ്പോൾ പാരലോഗ്രാം സമാന്തരികം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ജോഡി സമാന്തരമായിട്ടുള്ള ചതുർഭുജമാണ് എന്ത്? സമാന്തരികം. രണ്ട് ജോഡി എതിർവശങ്ങൾ സമാന്തരമായ ചതുർഭുജമാണ് സമാന്തരികം. ഇതും സമാന്തരമാണ്, ഇതും സമാന്തരമാണ്. അങ്ങനെ രണ്ട് ജോഡി എതിർവശങ്ങൾ സമാന്തരമായ വരകളാണ് ചതുർഭുജമാണ് സമാന്തരികം. ചതുർഭുജം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 4 വശമുള്ളതുകൊണ്ട്. പിന്നെന്താ? ഇതിലെ കോണുകളുടെ പ്രത്യേകത എതിർകോണുകൾ തുല്യമാണ്. ഓക്കെ. അപ്പോൾ നോട്ടിൽ സമാന്തരികം എന്ന ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് ഈ പിക്ചർ വരയ്ക്കുക. ഇംഗ്ലീഷ് മീഡിയംകാർ പാരലോഗ്രാം എന്ന ഹെഡിങ് കൊടുക്കുക. ഈ പിക്ചർ ഞാൻ പറഞ്ഞ പോലെ വരയ്ക്കുക. അതിനുശേഷം പിക്ചർ വരച്ചതിൻ്റെ താഴത്തായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എഴുതണം. എന്തെഴുതുക? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ മലയാളംകാർ എഴുതുക. രണ്ട് ജോഡി എതിർവശങ്ങളും സമാന്തരമായ ചതുർഭുജമാണ് സമാന്തരികം. രണ്ട് ജോഡി എതിർവശങ്ങളും സമാന്തരമായ ചതുർഭുജമാണ് സമാന്തരികം എന്ന് പറയുന്നത്. അതിലെ എതിർകോണുകൾ തുല്യമാണ്. ഇംഗ്ലീഷ് മീഡിയംകാർ പാരലോഗ്രാം ഈസ് എ ക്വാഡ്രിലേറ്ററൽ ഇൻ വിച്ച് 2 pairs of opposite sides are parallel. Opposite angles of a parallelogram are same. ഓക്കെ. ഇന്നലെ പറഞ്ഞ ക്ലാസ്സാണിത്. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.